കേരളത്തിലകത്താകെ പൂർത്തിയായ എല്ലാ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലും ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലും SFIയുടെ മഹാതരംഗം കാണുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയാവുന്ന ഓരോ സർവകലാശാല ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പിലും അഭൂതപൂർവമായ വിജയമാണ് കേരളത്തിലെ SFIക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഒന്നടങ്കം SFI ജയിപ്പിക്കാനും SFI ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടൊപ്പം ചേരാനും കേരളത്തിനകത്ത് അണിനിരക്കുന്ന അഭിമാനകരമായ കാഴ്ചയാണ് കേരളത്തിലെമ്പാടുമുള്ള വിവിധ ജില്ലകൾ സ്പർശിക്കുന്ന സർവകലാശാലകളിലെ ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ തന്നെ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് ആരംഭിച്ചാൽ കേരള സർവകലാശാല തിരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയായത്. 75 കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ 65 കോളേജിലും വിജയിച്ച സംഘടന SFI ആണ്. അതിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യം ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ ക്യാമ്പസിലും വിജയിച്ച സംഘടന SFI ആണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് എടുത്തു പറയാൻ ഒരു കാര്യം, KSU രൂപീകരിക്കപ്പെട്ട ജില്ലയാണ്. KSUവിൻ്റെ മുദ്രാവാക്യം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഇപ്പോഴും അവർ ആ മുദ്രാവാക്യം വിളിക്കാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവർ വിളിക്കാറുള്ള മുദ്രാവാക്യം ആലപ്പുഴയുടെ ഓരത്ത് ആൻ്റണി, വയലാർ, ഉമ്മൻചാണ്ടി ചേർന്ന് പടുത്തുയർത്തിയതാണ് KSU എന്നാണ്. അതേ ആലപ്പുഴയിൽ ഇന്ന് KSUവിനെ ഒരു ക്യാമ്പസിലും കാണാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് വളരെ പ്രത്യേകമായി കണ്ടതാണ്. 79ാമത് പുനഃപ്രവേല രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു പ്രത്യേകതരം സ്വഭാവമുള്ള കേന്ദ്രമന്ത്രി BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ആ കേന്ദ്രമന്ത്രി ഒരു മാസം മുമ്പാണ് പറഞ്ഞത് ആലപ്പുഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയുടെ സമരങ്ങളാണ് ആലപ്പുഴ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതെന്നാണ്. അദ്ദേഹത്തിനുള്ള മറുപടി കൂടിയാണ് ഞാൻ പറയാൻ കൃത്യമായി ആഗ്രഹിക്കുന്നത്. ആലപ്പുഴയുടെ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ സമര പോരാട്ടങ്ങളെ അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ ഭാഗമായി മന്ത്രിയായിരിക്കുന്ന ഒരു BJPയുടെ നേതാവിന് ആ BJP നേതാവിൻ്റെ ചരിത്രബോധമില്ലായ്മയ്ക്ക് കൂടി കേരളത്തിലെ വിദ്യാർത്ഥികൾ സവിശേഷമായി നൽകിയ മറുപടിയാണ് ആലപ്പുഴ ഈ വിജയം എന്ന അഭിമാനത്തോടെ ഞാൻ ഓർത്തെടുക്കുകയാണ്. പുനഃപ്രവേലാർ വാർഷികം നടക്കുന്ന അവസരത്തിൽ കൂടി ഈ വിജയം ഉണ്ടാവുന്നതിനെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ കാണുകയാണ്. ഒപ്പം കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട മാറിവാന്യൂസ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മാറിവാന്യൂസ് ഉൾപ്പെടെ ക്യാമ്പസുകൾ തിരിച്ചുപിടിക്കാൻ SFIക്കായി. അതോടൊപ്പം തന്നെ ABVPയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ക്യാമ്പസ് ക്രൈസ്റ്റ് നഗർ കോളേജ് ABVPയുടെ കയ്യിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരള സർവകലാശാലയായി. അപ്പോൾ SFI വലിയ തരംഗത്തിലൂടെയാണ് കേരള സർവകലാശാലയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കാണുന്നത്. എല്ലായിടത്തും പടർന്നു പന്തലിക്കുന്നു എന്നാണ് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ പ്രസംഗിക്കാൻ പോലും പ്രസംഗിക്കുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൊന്നും നിർഭാഗ്യവശാൽ കാണാൻ കഴിഞ്ഞില്ല. എങ്ങും ജയിക്കാത്തതുകൊണ്ടാവാം, അപ്പോൾ എങ്ങും മത്സരിക്കാത്തതുകൊണ്ടാണോ ജയിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കായംകുളത്ത് MSM കോളേജിൽ ഒരു അക്കൗണ്ട് അവർക്കുണ്ടായിരുന്നു. തെക്കേറ്റത്ത് അവർക്കൊരു ഓഫീസുണ്ടെന്നാണ് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇടയ്ക്ക് പ്രസംഗിക്കാറുള്ളത്. അപ്പോൾ ആ ഓഫീസ് ഏതായാലും ഭദ്രമായി MSM കോളേജിലെ വിദ്യാർത്ഥികൾ സീൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കൂടി സന്തോഷത്തോടെ നിങ്ങളോട് അറിയിക്കുകയാണ്. MG സർവകലാശാല തിരഞ്ഞെടുപ്പ് പൂർത്തിയായി നമ്മൾ കണ്ടതാണ്. 123-ൽ 103 കോളേജുകളിലും SFI ആണ് വിജയിച്ചത്. കണ്ണൂരിൽ 77-ൽ 60-ലും SFI ആണ് വിജയിച്ചത്. സംസ്കൃത സർവകലാശാല തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ 20-ൽ 17 UECമാരും 6-ൽ 5 സബ് സെൻറ്ററുകളിലും മെയിൻ ക്യാമ്പസിലും വലിയ വിജയമാണ് SFIക്ക് ഇത്തവണ ഉണ്ടാകുന്നത്. കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പ് മെനങ്ങാനാണ് പൂർത്തിയാവുന്നത്. 202-ൽ 127 കോളേജുകളും വിജയിച്ച സംഘടന SFI ആണ് എന്നതും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള വിവരമാണ്.